എല്ലാവർക്കും നമസ്കാരം. മിനിസ്റ്റർ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന റൈറ്റ്സിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഡിഗ്രിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അൺറിസർവ്ഡ് 8 വേക്കൻസി, EWSന് 2 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, SCക്ക് 3 വേക്കൻസി, STക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 15 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 33 വയസ്സ് OBCക്കും 35 വയസ്സുള്ള SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ്. ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 20,000 മുതൽ 66,000 ബേസിക് സാലറിയാണ്. ഒരു വർഷത്തെ സാലറി പറഞ്ഞിരിക്കുന്നത് 8.16 ലക്ഷം രൂപയാണ് ഒരു വർഷം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 300 രൂപ ഫീസ് ഉണ്ട്. EWS, SC, ST, PWD കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. റിട്ടൺ എക്സാമിനേഷനാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത്. സിലബസ് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ അനലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഓഫ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ്, 45 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്